അള്ളാഹു കാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തോത് അള്ളാഹു സ്വർഗം തരുമെന്ന് പറഞ്ഞിട്ട് പോലും ഓതാൻ മനസ്സില്ലാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ, ഒരു ഇൻഷാ അല്ലാഹ് പറയാനുള്ള മനസ്സ് പോലും ഇല്ലാതെ പോയ അത്രയ്ക്കും ചങ്കൂറ്റമുള്ള ആരെങ്കിലും ഈ സദസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹ് നിനക്ക് തരുവടാ ഒരു പ്രതിഫലം. അള്ളാഹ് തരും. നീ കാണിച്ച ഈ അഹങ്കാരത്തിന് അള്ളാഹ് നിനക്കൊരു പ്രതിഫലം തരും. എന്തേ പ്രതിഫലം എന്നറിയുവോ? ഈ ലോകത്ത് നീ എവിടെ കിടന്ന് മരിച്ചാലും, ഈ ലോകത്ത് നീ എവിടെ കിടന്ന് ചത്തുപോയാലും, എത്ര വലിയ മഹാൻ നിന്റെ അടുക്കൽ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും പറയാൻ നിന്റെ നാവ് പൊങ്ങത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ കാണിച്ച അഹങ്കാരത്തിന് അള്ളാഹ് നിനക്ക് തരുന്ന പ്രതിഫലം, ഈ ലോകത്ത് കിടന്ന് നീ എവിടെ കിടന്ന് മരിച്ചാലും, ആര് നിന്റെ അടുക്കൽ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും, സാക്ഷാൽ ഈസാ നബി അലൈഹിസ്സലാം, ഇനി വരാനിരിക്കുന്ന പ്രവാചകനാ, ആ പ്രവാചകൻ നിനക്ക് പറഞ്ഞു തന്നാലും പറയാൻ നിന്റെ നാവ് പൊങ്ങത്തില്ല. ഒരായത്ത് ഞാൻ പഠിപ്പിക്കാം, ഇന്ന് മുതൽ പഠിച്ചോ, ചാകുമ്പോ ഓതാനുള്ളതാ. ഒരേ ഒരായത്ത്, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഓതാനുള്ള ഒരായത്ത് ഖുർആൻ പറയുന്നുണ്ട്. ഈ അഹങ്കാരം കാണിച്ച പ്രതികാരികൾ, അഹങ്കാരികൾ, അള്ളാഹുവിനെ മതിമറന്ന് നടക്കുന്ന മനുഷ്യൻ, അവൻ ചാകാൻ കിടക്കുമ്പോ മക്കളോ ഉസ്താദോ ബന്ധുക്കളോ അടുത്ത് വന്ന് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്ത തിരിച്ചു പറയുന്ന വാക്ക് വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. അവന്റെ മരണമൊഴി ഞാനൊരു കാഫിറായിട്ടാണ് ചത്തുപോകുന്നതെന്ന് അവന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അവൻ തന്നെ പറയും, ഞാൻ ചാവുന്നത് ഒരു കാഫിറിനെ പോലെയാണെന്ന് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഒരേ ഒരായത്ത്, സ്വർഗം കിട്ടുന്ന ആയത്ത് ഓതാമെന്ന് നിയ്യത്ത് ചെയ്യുന്ന ഒരു കൈബുക്ക് പ്രതിഫലം പറഞ്ഞു നിർത്താം. അല്ലാഹുവേ, ഈ പൊക്കൽ ആദ്യം പൊക്കിയിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും പറയിക്കണമായിരുന്നു. ഇത് ആദ്യം ചെയ്തുകൂടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം പറയാം. അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരായത്ത്, അതും സ്വർഗം കിട്ടുന്ന ആയത്താണ്. ഓതാമെന്ന് ചോദിക്കുമ്പോ ഉസ്താദ് ഇന്ന് മുതൽ ഓതും ഉസ്താദ്, എത്ര തിരക്കാണെങ്കിലും ഓതാതെ ഉറങ്ങില്ല ഉസ്താദ് എന്ന് തീരുമാനമെടുത്ത എന്റെ പ്രിയമുള്ള വാപ്പാ, അള്ളാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം കേൾക്കണോ? അള്ളാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം കേൾക്കണോ? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അള്ളാഹു നിന്നെ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുകയോ, ഇന്നലെ വരെ കൂടെ കിടന്ന ഭാര്യ ആഗ്രഹിക്കുന്നു, ഇയാളൊന്നും മരിക്കുന്നില്ലല്ലോ, ഇയാളൊന്നും മരിക്കുന്നില്ലല്ലോ, മൂത്രവും കാഷ്ടവും വാരി വാരി മടുത്തല്ലോ. അല്ലാ, സ്വന്തം മക്കള് ദുആ ചെയ്യുന്ന വാപ്പ മരിക്കോ, ഉമ്മ മരിക്കോ, പള്ളിയിലെ ഉസ്താദിന്റെ അടുക്കൽ പോയിട്ട് പറയുന്നു, എന്റെ ഉപ്പയൊന്ന് മരിക്കാ ദുആ ചെയ്യൂ, എന്റെ ഉമ്മയൊന്ന് മരിക്കാ ദുആ ചെയ്യുവോ. എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്തൊരവസ്ഥയോ, എല്ലാവരും വെറുത്തു പോകുന്ന അവസ്ഥ. ആരോ വിളിച്ചു പറഞ്ഞ രോഗം കൂടി സക്കറാത്തിന്റെ അവസ്ഥയിലോ, എല്ലാവരും വാരിക്കെട്ടി വീട്ടിലേക്ക് വന്നു. ഇപ്പൊ മരിക്കും, ഇപ്പൊ മരിക്കുമെന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് രാവിലെയായിട്ടും മരിക്കാതെ വരുമ്പോ, പടച്ചവനെ മരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോവുകയോ. പടച്ചവനെ അങ്ങനെ മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ വാപ്പാ, വല്ലാത്തൊരവസ്ഥയോ. ഇന്ന് മുതൽ പരിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ച ഉപ്പാ, ഇവിടെ കിട്ട അള്ളാഹു നിന്നെ നരകിപ്പിക്കില്ല. അർദിൽ ഉംറെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ആരെയും തിരിച്ചറിയാ കഴിയില്ല. വാപ്പയെ തിരിച്ചറിയുന്നില്ല, ഉമ്മയെ തിരിച്ചറിയുന്നില്ല, മക്കളെ തിരിച്ചറിയുന്നില്ല. പടച്ചവനെ, അങ്ങനെയുള്ള ഒരവസ്ഥയെ തൊട്ട് അള്ളാഹു നിന്നെ കാക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള യുവത്വേ, മോനെ, എന്റെ പ്രിയമുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയോ, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുകയോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരുണ്ടല്ലോ, എല്ലാ ദിവസവും ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എത്രയോ പേരെ വെള്ളിയാഴ്ച ദിവസം കൊണ്ട് കബറടക്കിയവരോ, വെള്ളിയാഴ്ച ജുമഅയ്ക്ക് മുമ്പ് പള്ളിക്കകത്ത് കൊണ്ടുപോയി കബറടക്കിയവരല്ലോ, അല്ലാഹു അവന് നല്ല മരണം കൊടുത്തെന്ന് പറയുന്നവരുണ്ടല്ലോ. വാപ്പാ, പറഞ്ഞുകൊണ്ട് നടന്നാ മതിയോ? പെങ്ങളെ
പറഞ്ഞുകൊണ്ട് നടന്നാ മതിയോ? നിനക്കും നല്ല ഒരു മരണം വേണ്ടേ? നിനക്കും ഒരു നല്ല മരണം വേണ്ടേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയോ, എല്ലാ ദിവസവും ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു ആ മനുഷ്യന് നല്ല മരണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോ, ഉസ്താദ് എത്ര വലിയ തിരക്കാണെങ്കിലും പാതിരാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തിട്ട് തോതാതെ ഉറങ്ങില്ല ഉസ്താദ് എന്ന് തീരുമാനമെടുത്ത എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടല്ലോ, സെൽഫിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരോ, സെൽഫിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എവിടെയെങ്കിലും നിന്നൊരു സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്ക് തണ്ടെന്ന ചെറുപ്പക്കാരുണ്ട്. എനിക്ക് എത്ര പേരാ ലൈക്ക് തന്നത്? ഓരോ ദിവസവും എടുത്തിട്ട് നോക്കുന്നവരുണ്ട്. എങ്കിലും ചെറുപ്പക്കാരാ, ലൈക്ക് തണ്ടെന്നത് ആർക്ക് വേണ്ടിയാമോ? ലൈക്ക് മേടിക്കണമടാ ചെറുപ്പക്കാരോ. അത് ജീവിച്ചിരിക്കുമ്പോഴല്ലോ, അത് ജീവിച്ചിരിക്കുമ്പോഴല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ലൈക്ക് മേടിക്കേണ്ടത് എപ്പോഴെന്നറിയുമോ? വെള്ള തുണിക്കകത്ത് പൊതിഞ്ഞ് നിന്റെ വീടിനകത്ത് നിന്നെ കടത്തുന്ന ദിവസമുണ്ടല്ലോ, അന്ന് 40 പേര് നിനക്ക് ലൈക്ക് അടിച്ചാ നിനക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മോനെ നിനക്ക് ഓർമ്മയുണ്ടോ? മോനെ നിനക്ക് ഓർമ്മയുണ്ടോ? പടച്ചവനെ, കഴിഞ്ഞ പെരുന്നാളുണ്ടല്ലോ, ചെറിയ പെരുന്നാളിന് നമ്മൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കിയ ഒരു വാർത്തയുണ്ടായിരുന്നു. പടച്ചവനെ, ഹരിയാനയിലുള്ള 16 വയസ്സുള്ള അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടന്ന ജുനൈദ് എന്ന് പറയുന്ന പൊന്നുമൂർ, തന്റെ 1ാമത്തെ പെരുന്നാൾ ഹാഫിളായതിനു ശേഷമുള്ള പെരുന്നാളോ, ആ പെരുന്നാളിന് വസ്ത്രം വാങ്ങാൻ 1500 രൂപയുമായി പടച്ചവന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ജുനൈദ് എന്ന 16 വയസ്സുള്ള ഖുർആൻ പഠിച്ച പൊന്നുമൂർ കാത്തിരുന്ന പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിൽ അല്ലാഹുവേ, പുതുവസ്ത്രങ്ങൾക്ക് പകരം പടച്ചവരെ കഫൻ തുണിയിൽ പൊതിഞ്ഞു അവന്റെ മയ്യത്ത് വീട്ടിൽ ഉമ്മയുടെയും ബാപ്പയുടെയും കൂടപ്പിറപ്പിന്റെ മുന്നിലേക്ക് കൊണ്ടുവെക്കുമ്പോ നമ്മൾ ആരും ഇന്ന് വരെ ജുനൈദിനെ കണ്ടിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും അവനെ കുറിച്ച് കേട്ടിട്ടില്ല, ഏത് നാട്ടുകാരനാണെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ജുനൈദ് എന്ന പൊന്നുമൂർ കഫൻ തുണിയിൽ പുതച്ച് കിടത്തിയിരിക്കുന്ന ഫോട്ടോയുണ്ടല്ലോ, ആരോ ഫേസ്ബുക്കിൽ എടുത്തിട്ടപ്പോ മോനെ അവന്റെ മുഖത്തെ ചിരി കണ്ടിട്ട് എന്തൊരു ചിരിയായിരുന്നടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, മോനെ ചിരിക്കേണ്ടത് എപ്പോഴെന്നറിയുമോ? സന്തോഷമുണ്ടാകുമ്പോഴല്ല, കോമഡി കേൾക്കുമ്പോഴല്ല, മക്കളുടെ കളി കാണുമ്പോഴല്ലോ, ജീവിതത്തിലെ മനസ്സറിഞ്ഞിട്ട് ചിരിക്കേണ്ട ഒരേ ഒരു സമയമുണ്ടോ. അതെപ്പോഴെന്നറിയുമോ? അതെപ്പോഴെന്നറിയുമോ? അന്തല്ലദീ വലദതു ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. എപ്പോഴെപ്പോഴും നിന്റെ ഉമ്മ നിന്നോട് പറയുമല്ലോ, മരണവേദനയുടെ വേദനയും എന്താണ് നിന്നെ ഞാൻ പ്രസവിച്ചതെന്ന്. ഉമ്മ എപ്പോഴും പറയുമല്ലോ, പടച്ചവനെ റബ്ബേ, ഉമ്മയോട് തിരിച്ചു ചോദിക്കണം ചെറുപ്പക്കാരോ, എത്ര വേദന സഹിച്ച ഉമ്മയാണെങ്കിൽ നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ നിന്റെ ഉമ്മ വല്ലാതെ ചിരിച്ചു മോനെ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിൽ കരഞ്ഞു ദുആ ചെയ്തുകൊണ്ട് നടന്ന നിന്റെ വാപ്പ, ആ വാപ്പയുടെ മുന്നിൽ നേഴ്സ് നിന്നെ കൊണ്ടുവന്നിട്ട് ഇതാണ് മകനെന്ന് കാണിച്ചു കൊടുത്തപ്പോ അതുവരെ കരഞ്ഞ വാപ്പയുണ്ടല്ലോ, നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചടാ പൊന്നുപോര്. അപ്പോഴും നീ കരയുകയായിരുന്നടാ. ഞാനും നിങ്ങൾ കരഞ്ഞപ്പോ പെറ്റ ഉമ്മ പാല് തന്നപ്പോഴും ചിരിച്ചുകൊണ്ടാ തന്നത്.
വാപ്പയും ചിരിച്ചുകൊണ്ടാ നമ്മളെ എടുത്തത്. അതുകൊണ്ട് മോനെ കവി പറയുകയോ, നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് പകരം വീട്ടണേ മോനെ. എന്നിട്ട് കവി പറയുകയാ, എങ്ങനെയാ പകരം വീട്ടേണ്ടത്? വജ്ഹദിൽ നഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഈ വയത് പറയുന്ന സിറാജങ്ങാട് ഇന്ന് ഈ നിൽപ്പിലങ്ങ് വീണ് മരിച്ചു പോയാ ആരെങ്കിലും എന്നെയൊന്ന് കൊണ്ടുപോകുമല്ലോ. എന്നെ കാത്തിരിക്കുന്ന എന്റെ വീട്ടിലേക്ക് ഒരു ആംബുലൻസിനകത്തെടുത്തിട്ട് വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് നാളെ കൊണ്ടുപോവുകയാ. എന്തൊരു തിരക്കെന്നറിയുവോ, നാളെ എന്റെ വീട്ടിൽ എന്തൊരു ജനസാഗരമെന്നറിയോ. അല്ലാഹുവേ, കരച്ചലിന്റെ ശബ്ദമാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്റെ മുന്നിലിരുന്ന് കരയുകയാ. എന്റെ പൊന്നുമോൻ എന്റെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് വാപ്പാ എന്ന് വിളിച്ച് കരയുകയാ. എന്റെ കൂടപ്പിറപ്പ് കരയുകയാ. എന്റെ കൂട്ടുകാര് കരയുകയാ. ഏറ്റവും കൂടുതൽ കരയുന്നതാരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നെ. മോനെ സിറാജ്, എനിക്ക് മുമ്പേ പോയല്ലോടാ, എനിക്ക് മുമ്പേ പോയല്ലോടാ. എന്റെ ഖബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യേണ്ടവനായിരുന്നല്ലോ. ഇന്ന് നിനക്ക് വേണ്ടി ദുആ ചെയ്യേണ്ട ഒരു ഗതി എനിക്ക് അല്ലാഹു തന്നല്ലോ. മോനെ, ഇനി എന്നാടാ കാണുന്നത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ചിരിക്കണ്ടതന്നാടാ. നിന്നെ കാണാൻ വരുമടോ. കരുനാഗപ്പള്ളിയിലെ നിന്നെ ഏറ്റവും വലിയ ശത്രുവും നിന്നെ കാണാൻ വരും മോന്. നിന്നെ കളിയാക്കിയവനും പരിഹസിച്ചവനും നാണം കെടുത്തിയവനും ഇല്ലാത്തത് പറഞ്ഞിട്ട് നിന്നെ പടച്ചവനെ തേജോവധം ചെയ്തവനും നിന്നെ കാണാൻ വരുമടോ. വീടിന്റെ വെളിയിലെ മയ്യത്ത് കാണാൻ നിരന്ന് നിൽക്കുമ്പോ ആ വരിയിൽ നിന്നിട്ടും നിന്നെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് വീടിനകത്തേക്ക് കടന്നു വന്നിട്ട് നിന്റെ മുഖത്ത് കിടക്കുന്ന വെള്ളത്തുണിയുണ്ടല്ലോ, നിന്നെ പുതച്ച് കിടത്തിയിരിക്കുന്നു. നിന്റെ മുഖത്ത് നിന്ന് വെള്ളത്തുണി അങ്ങോട്ട് ഉയർത്തുമ്പോ നിന്റെ ശത്രു പോലും പറയണമല്ലോ, എന്തൊരു ചിരിയാല്ലോ, ഇവന്റെ മുഖത്ത് എന്തൊരു പ്രകാശമാല്ലോ. എനിക്കും തരണേ അല്ലോ, ഇതുപോലെ ഒരു മരണം എനിക്കും തരണേ അല്ലോ. നിന്റെ ശത്രു പോലും നിന്റെ മുഖത്ത് നോക്കിയിട്ട് ദുആ ചെയ്യണമടോ. ഈ പാതിരാത്രി അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമെന്ന് തീരുമാനമെടുത്ത യുവത്വേ, മോനെ, എല്ലാരും കരയുന്ന ദിവസം ചിരിക്കാറുള്ള ഭാഗ്യവാ. നിന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുന്നവര് മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. പോകുന്നവരെ മുഴുവനും പറഞ്ഞുകൊണ്ട് പോകുന്ന രീതിയിലുള്ള ഒരു മരണം വേടോ. ഖുർആനോദിയാ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലമോ. എന്നാല് സ്വാഗതം പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും വല്ലാത്ത ഇഷ്ടമോ. സ്റ്റേജിൽ കയറ്റിയിരുത്തിയിട്ട് ഇവന് വലിയവനാണെന്ന് പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമോ. പക്ഷേ അതല്ലടാ കേൾക്കേണ്ടത്. സ്വാഗതം പറയുന്നത് കേൾക്കേണ്ടത് എപ്പോഴെന്നറിയുവോ? സ്വാഗതം പറയുന്നത് കേൾക്കേണ്ടത് എപ്പോഴെന്നറിയുവോ? മോനെ, സക്കറാത്തിന്റെ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പോ മഹാനായ ജാബിർ പറയുകയോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണവേദന സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ കിടക്കുമ്പോ കണ്ണ് നിറയുമ്പോ മലക്കുൽ മൗത്ത് പറയണം മോര്, അതാ നിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, കരയുന്ന നിന്നോട് ചോദിക്കുകയാ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അതാ മലക്ക് പറയുന്നു, കരയില്ലു. നോക്കടാ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് മലക്കുകൾ നിരന്ന് നിൽക്കുന്നത് കണ്ടോ. എന്തിനെന്നറിയുവോ? നിന്നെ സ്വീകരിക്കാരോ, നിന്റെ ആത്മാവിനെ കൊണ്ടുപോകാരോ. അതുകൊണ്ട് ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ
ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവേ, മലക്കുകൾ സ്വാഗതം പറയുകയോ. അഞ്ചാമത്തെ പ്രതിഫലം കേൾക്കടോ. ഒരേ ഒരായത്തിന്റെ പ്രതിഫലമാ പറയുന്നത്. നാളെ ദുഹറിന്റെ സമയത്ത് നിന്നെ കുളിപ്പിക്കുകയോ, വെള്ളത്തുണിയിൽ ധരിപ്പിക്കുകയോ, 3 കഷ്ണം തുണിയിൽ നിന്നെ പൊതിഞ്ഞിട്ട് ശരീരത്തെ സുഗന്ധമടിച്ചു പള്ളിയിലെ ഉസ്താദ് വന്ന് ദുആ ചെയ്തു. ഇന്ന് വരെ കേറാത്ത മയ്യത്ത് കട്ടിലേക്ക് നിന്നെ എടുത്തു വെക്കുകയോ. റബ്ബേ, 6 പേര് ചുമക്കുകയാണ്. വീടിന്റെ മുന്നിലിരിക്കുന്ന മയ്യത്ത് കട്ടിലെടുത്ത് തോളിൽ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇവിടത്തെ പള്ളിയിലേക്ക് നിന്റെ ജനാസ ചുമക്കുകയാ. ആരാവാപ്പാ ചുമക്കേണ്ടത്? കള്ളുകുടികനോ, പെണ്ണ് പിടികനോ, പലിശ തിന്നുന്നവനോ, നിസ്കരിക്കാത്തവനോ, അഹങ്കാരിയോ, ലോട്ടറി എടുക്കുന്നവനോ? ആരാ നിന്റെ മയ്യത്ത് ചുമക്കേണ്ടത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവര്, ഖുർആനിനെ സ്നേഹിക്കുന്നവര്. പെങ്ങളെ ചുമക്കുന്നത് ആരെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകളാ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ മയ്യത്ത് കെട്ടിലെ തോളിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ചുമക്കണ്ടേ മോര്. മലക്കിനെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണമടോ, മലക്കിനെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണമടോ. 6ാമത്തെ പ്രതിഫലം എന്ത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, 6ാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹുവേ, ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, ഇബ്നു ഹജർ തങ്ങൾ പറയുകയാ, 6ാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? ഖബർ കുടിക്കുന്ന മനുഷ്യനീ സദസ്സിലുണ്ടാകുമല്ലോ. ഈ നാട്ടിലെ ഖബർ വെട്ടുന്നവനെ നിനക്കറിയാമല്ലോ. ചോദിക്കടാ പൊന്നുമോന്, ചോദിക്ക് ചെറുപ്പക്കാരാ, ചോദിക്കുവാപ്പോ. ആരെയെങ്കിലും ഖബറടക്കാൻ കുഴി വെട്ടിയപ്പോ വല്ല അനുഭവവും ഉണ്ടായിട്ടുണ്ടോ? മണ്ണിന് സുഗന്ധമുണ്ടായിട്ടുണ്ടോ? മണ്ണിന് സുഗന്ധമുണ്ടായിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നവന് നിനക്ക് ഖബർ വെട്ടുമ്പോ മണ്ണിന് പോലും സുഗന്ധമാ. ആരാ പറയുന്നത്? ആരാ പറയുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. 30ാമത്തെ വയസ്സിലാ മുസ്ലിമായത്, 36ാമത്തെ വയസ്സിൽ വഫാത്തായി. 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച ഈ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ മലിക്കുൽ ജബ്ബാറായ പടച്ചറപ്പിന്റെ സിംഹാസനം പോലെ കുലുങ്ങിപ്പോയി പോര്. ആ മനുഷ്യൻ മരിച്ചപ്പോഴാടാ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിപ്പോയത്. എല്ലാരും കരഞ്ഞ ദിവസമാ. അന്ന് മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയോ. ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ സഹാബത്ത് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, ചുമക്കുന്നത് മലക്കുകളാ സഹാബാ, നടക്കാ സ്ഥലമില്ല സഹാബാ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുകയോ. തള്ളവരള് കുത്തിയിട്ടാ നടക്കുന്നത്. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഖബർ കുടിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ. ആരും കാണാതെ ഖബർ കുടിക്കുന്ന മനുഷ്യൻ ഒരു പിടി മണ്ണ് വാരി മടിയിൽ വെച്ചു. വീട്ടിൽ ചെന്ന് നോക്കുമ്പോ കസ്തൂരി ആയിരിക്കുകയാ. ആ മനുഷ്യന് സഅദ് തങ്ങളെ സ്വപ്നം കണ്ടു. അവിടെ നിന്ന് ചോദിച്ചു, സഅദ് എങ്ങനെ കിട്ടി സഅദ്? ഈ പ്രതിഫലം എങ്ങനെ കിട്ടി സഅദ്? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ഖബർ കുടിച്ച മനുഷ്യനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെ, ഞാൻ ഓതിയ ഖുർആനിന്റെ പ്രതിഫലമാ എന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവര്, ഒരു നല്ല മരണം കൊതിക്കാത്ത ആരുമില്ലല്ലോ. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാണല്ലോ. എത്രയോ ഒരു
പനിവില്ല, ഒരു തലവേദന പോലുമില്ല. പടച്ചവനെ എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കണ്ടവരാ, എത്രയോ ചെറുപ്പക്കാരെ കൊണ്ടുപോയി കബറടക്കിയവരാ. പ്രായമുള്ള ഉമ്മ, നിനക്ക് വയസ്സ് 60 50 15 17 വയസ്സുള്ള പൊന്നുമോൾ, പടച്ചവനെ എത്ര പെട്ടെന്നാ പോകുന്നത്, എത്ര പെട്ടെന്നാ പോകുന്നത്. ഇന്നലെയും ഒരു ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു, ദുആ ചെയ്യടേ ഉസ്താദ്, 8 വയസ്സുള്ള എന്റെ പൊന്നുമോൾ പനി പിടിച്ചതാണ്, പോയി ഉസ്താദ്. ഒരു പനി വന്നപ്പോ 8 വയസ്സുള്ള പൊന്നുമോൾ പെട്ടെന്നങ്ങ് പോയപ്പോ ആർക്കാ താങ്ങാ കഴിയോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, സമയം കുറവാ, ആയുസ് കുറവാ, ഓരോ ദിവസവും മരണത്തിലേക്ക് അടുക്കുന്നവരാ. അതുകൊണ്ട് നിന്റെ അവസാന യാത്ര നീ നന്നാക്കണേ, നിന്റെ അവസാനം നന്നാക്കണേ, ആഖിബത്ത് നന്നാക്കണേ. അല്ലാഹുവേ, ഞങ്ങളുടെ അവസാനം നന്നാക്കി തരണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലെ ഞങ്ങളുടെ മരണ ദിവസം ഇതുപോലെ ഒരു വെള്ളിയാഴ്ച രാവാക്കണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. ഈ സദസ് അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു നമുക്കൊരു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, സംഘാടകർ ബക്കറ്റ് എടുക്കുകയാണ്. ബക്കറ്റില്ലേ? പെട്ടെന്ന് എടുത്തോ. എല്ലാവരുടെ മുന്നിലേക്കും ബക്കറ്റുമായിട്ട് വരുന്നു. നിങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഒരു സദക്ക എടുക്കണം. എന്നിട്ട് മനസ്സിൽ കരുതണം, അല്ലാ, ഇത് മരിക്കുന്ന സമയത്ത് എനിക്ക് കാണാനുള്ളതാണ്. ഈ കൊടുക്കുന്ന സദക്കയുടെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് നീ എനിക്ക് കാണിച്ചു തരണമല്ല എന്ന ഒരൊറ്റ നിയ്യത്തോടെ ഒരു നല്ല സദക്ക. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഒരു നല്ല സദക്ക മനസ്സറിഞ്ഞിട്ടോ. നാളെ ഷമീർ ദാരിമി വഅദ് പറയാൻ വരും. കേൾക്കാൻ നിങ്ങളിൽ പലരും ഉണ്ടാവില്ല. നാളെ സമീർ ദാരിമി വഅദ് പറയും, പക്ഷേ കേൾക്കാൻ നിങ്ങളിൽ പലരും ഉണ്ടാവില്ല. പള്ളിക്കാട്ടി കിടന്ന് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു നല്ലത് ചെയ്തിട്ട് പിരിഞ്ഞോ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തിരി വെള്ളം ഒഴിച്ചാൽ ആരുമില്ലേ? ആരെങ്കിലും അമീനെ ഇത്തിരി വെള്ളം ഒഴിച്ച്. മലക്കൾ മാത്രമേ സ്റ്റേജിൽ ഇരിപ്പുള്ളൂ. ഞാനും പെട്ടെന്ന് അല്ലാഹു കബൂലാക്കും. പറഞ്ഞു നിർത്തുകയാ. ഒരൊറ്റ ദിക്ർ പറഞ്ഞു പിരിയാൻ. ഒരു ദിക്ർ, ഇന്ന് രാത്രി മരിച്ച സ്വർഗം കിട്ടുന്ന ദിക്ർ ഇൻഷാ അല്ലാഹ്. പെട്ടെന്നിട്ടോ. ഇന്നും കൂടെ ഉള്ളൂ. നാളെ ജുമയ്ക്ക് മുമ്പ് കൊണ്ടുവെക്കാനുള്ളതാ. ഒരു നല്ലത് ചെയ്തിട്ട് പിരി. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ആമീൻ പറയാ മനുഷ്യന്മാരെ. അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകൂലേ? എല്ലാവർക്കും അറിയാം മരിക്കുന്നു. മരിക്കുമെന്ന് ഉറപ്പാ. പക്ഷെ ഇപ്പൊ മരിക്കൂല. എല്ലാ ശരീരവും മരണം രുചിക്കേണ്ടവരെ മരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പം മരിക്കൂല. ഞാൻ ഇനിയും ജീവിക്കുന്ന ചിലര് വിചാരിക്കുന്നത് ഇല്ലേ? അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണമെത്തിയെന്ന് മനസ്സിലാക്കി മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് ഒരുങ്ങിയിരുന്നിട്ട് മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്നറിയാൻ കഴിയുമോ ഇല്ലേ? ഇത് ഭാര്യയെടുത്ത് പിണങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കാതെ കാര്യം പറ. ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്നറിയാൻ വല്ല വഴിയുണ്ടോ? ഉണ്ടോ ഇല്ലേ? ഒരു മനുഷ്യന്റെ മരണം അടുത്തോ എന്നറിയാൻ, നിങ്ങൾക്കൊക്കെ പോകാൻ സമയമായോ എന്നറിയാൻ വഴിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു മനുഷ്യന്റെ മരണം അടുത്തോ എന്നറിയാൻ 3 അടയാളമുണ്ടെന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ അടയാളം കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർ കൈവയ്ക്കുക. ചിലര് പൊക്കിയിട്ടില്ല. നീ പേടിക്കണ്ട. അസ്രായിൽ നിന്നോട് ചോദിക്കുക, നീ പേടിയാണോടാ? ഞാൻ പോയിട്ട് പിന്നെ വരാം. പോകും. ഒരൊറ്റ സെക്കൻഡ് അങ്ങോട്ടില്ലെങ്കിൽ കൊണ്ടുവന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കും.
കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ പോയിരിക്കും. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ അടയാളം കേട്ടോ, നന്നാവണം. ഇന്ന് നന്നാകണം, നാളെയല്ല. ഇവിടെ നിറങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് ഇറങ്ങണം. ഈ പറയുന്ന അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നന്നായിക്കോണം. അള്ളാഹു നമുക്ക് ഈ വന്നിരിക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന്, വയത് കഴിഞ്ഞ് പിരിഞ്ഞ് വീട്ടിൽ പോയിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് ഈ തലയിലിട്ടിരിക്കുന്ന തൊപ്പി, ഈ പെണ്ണുങ്ങളെ തലയിലിട്ടിരിക്കുന്ന ഷാളൊന്ന് മാറ്റിയിട്ട് കണ്ണാടിയിലേക്ക് ചേർന്ന് നിന്നിട്ട് നോക്കണം. ഈ തലയിലെയും താടിയിലെയും കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്ങാണം ഒരു വെള്ള നിറം കണ്ട പള്ളിക്കുഴി പോകാൻ സമയമായി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. തലയിലെയോ താടിയിലെയോ രോമത്തിനിടയിൽ ഒരു വെളുത്തത് കണ്ടാ സമയമായി മോനെ, നന്നായിക്കോ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നരയ്ക്കാനൊന്നുമില്ല, പലർക്കും നരയ്ക്കാനൊന്നുമില്ല, കയ്യിലിരിപ്പിനൊരു മാറ്റവും ഇല്ല. പിന്നെ ചിലര് ക്ലീൻ ഷേവിംഗ് ആണ്. കാരണം കിളവാന്ന് നാട്ടുകാരി വിളിച്ചാലും അല്ലേ, എവിടെയെങ്കിലും ഒരു രോമം നരച്ച ഭാര്യ പറയിക്കാ വെട്ടണ്ട, പിഴുതേരെ അവസ്ഥ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട്, നിത്യമായിട്ടുള്ള രോഗങ്ങൾ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും ബി പി ഒക്കെ ആയിട്ട് നിത്യമായിട്ടുള്ള രോഗങ്ങൾ മരണത്തിന്റെ രണ്ടാമത്തെ അടയാളമാണ്. മൂന്ന്, പഴയതുപോലെ ഓടാനും ചാടാനൊന്നും വയ്യ ഉസ്താദെ, കുനിയാൻ വയ്യ, കസേരയിലിരുന്നാ നിസ്കരിക്കണേ, സുജൂദ് ചെയ്യാൻ വയ്യ. കരുനാഗപ്പള്ളിയെ വിറപ്പിച്ചവനായി ഇന്ന് ഒടിഞ്ഞൂത്തിയിട്ട് നടക്കാ, കൂനു വന്നു, തൊലിയൊക്കെ ചുളുങ്ങി, ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടു. മോനെ സമയമായി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ. മരിക്കുമ്പോ എങ്ങനെ മരിക്കണം എന്നറിയണം. ഇരിക്കുന്ന സദസ്സിൽ ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ മൂന്നടയാളത്തിൽ ഒരെണ്ണമെങ്കിലും 99% പേർക്കും വന്നിട്ടുണ്ട്. അള്ളാഹു നന്നാവാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിഭാഗം ഇരുന്ന് ചിരിക്കുക, സിറാജ് ഉസ്താദേ ഞാൻ രാജാവ ഒന്നും എത്തിയിട്ടില്ല, എന്റെ മുടിയും നരച്ചില്ല, എനിക്ക് ഒരു ജോയിന്റിനും വേദനയില്ല, ഒരു തലവേദന പോലും എനിക്കില്ല. അതിനർത്ഥം മരണം അടുത്തു എന്നല്ല. ചിലപ്പോ ഇത് മൂന്നും വേണ്ടടാ, ഒറ്റയടിക്കങ്ങ് മക്കളെ, ഇത് മൂന്നും വേണ്ട. രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ ബൈക്ക് എടുത്തിട്ട് കരുനാഗപ്പള്ളി പോയി, പിന്നെ വെട്ടി കീറി പൊളിച്ച് വെട്ടി കൊണ്ട് വീട്ടിൽ വെച്ച എത്രയോ ചെറുപ്പക്കാരുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുക്ക്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആരെങ്കിലും അടുത്ത് വന്ന് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊന്നും വേണ്ട. മരിക്കുമ്പോ എങ്ങനെ മരിക്കണം എന്നറിയോ? മരിക്കുമ്പോ എങ്ങനെ മരിക്കണം? അന്തസ്സോടെ മരിക്കണം മനുഷ്യ. മരിക്കുന്ന സമയത്ത് എങ്ങനെ മരിക്കണം? നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഷഹാദത്ത് കലിമ, അതങ്ങട്ട് വായിച്ചിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അസ്റായിലിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഷഹാദത്ത് കലിമ വായിച്ചിട്ട് മരിക്കണമെങ്കിൽ 3 കാര്യം ജീവിതത്തിൽ ചെയ്യണമെന്ന അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് 12 മണിയായി. എൻ്റെ സഹോദരിമാർ ഇത്രയും നേരം ഇരുന്നിട്ട് ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ചരിത്രം പോലും പറഞ്ഞില്ലല്ലോ എന്ന് പെണ്ണുങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഒറ്റ ചരിത്രം പറഞ്ഞു ദുആ ചെയ്ത് പിരിയാം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അവരൊക്കെ ഇന്ന് ജീവിതം പഠിക്കുന്നത് സീരിയലിൽ നിന്നാണ്. എല്ലാ ഉമ്മമാരും പറയണത്, ഏകദേശമുള്ള ഉമ്മമാരൊക്കെ പറയും, എൻ്റെ മോളെ പരസ്പരത്തിലെ ദീത്തി മോളെ പോലെ തന്നെ ആക്കണം, എന്നാ ഉഷാറല്ലേ അല്ലേ? എന്താ പറയാ, പാതിരാത്രി ആയാലും പ്രശ്നം, പെണ്ണുങ്ങള് വൈകുന്നേര സമയം ചിലർക്ക് ഇത്തിരി അടിച്ചില്ലെങ്കിൽ കൈവിറയ്ക്കും. ഇതുപോലെയാണ് മഗ്രിബിന്റെ സമയം കഴിഞ്ഞാൽ പിന്നെ TV ഓണാക്കിയില്ലെങ്കിൽ പറ്റൂല, എങ്ങനെ വിറയ്ക്കാ പെണ്ണുങ്ങൾ തുള്ള. ഇങ്ങനെ ചില ജന്തുക്കളുണ്ട്. പ്രശ്നം അവർക്കൊരു സമാധാനം, പരസ്പരവും ചന്ദനമഴയും കറുത്തമുത്തും പ്രശ്നം എല്ലാം കായംകൊള്ളിയുടെ കൊച്ചുണ്ണിയുടെ വാപ്പാനെയും കണ്ടിട്ട് ഇറങ്ങിയാലേ അവർക്ക് സമാധാനം വരും. എന്താ പെണ്ണുങ്ങൾക്ക് അവർക്കോട് അവരോട് ഖദീജ ആരാന്ന് വെച്ചാൽ, ഖദീജ അയൽവാസിയുടെ പേര് പറയും. ഖദീജ ആരാ, ആയിഷ ആരാ, നഫീസ ആരാ, ദിന്നൂറുൽ മിസ്രി ആരാ, ഇതൊന്നും അവർക്കറിയില്ല. ജീവിതമെന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അല്ലാഹുവേ പടച്ചവനെ, ഞാൻ എന്റെ പെങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാം, പഠിക്കാനൊരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞു തരാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിന്നെ പോലെ വിചാരമുള്ള പച്ചയിറച്ചിയുള്ള കാണാൻ നിന്നെക്കാലം സുന്ദരിയായ ഒരു പെണ്ണ് ജീവിച്ചിരുന്നു. മഹ്ദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ. പടച്ചവനെ വഅദ് കേൾക്കുകയാ, ഇതുപോലെ ഇന്നൊരു വഅദ് കേൾക്കുകയാണ്. ആ പ്രഭാഷണം നടത്തുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതും
സുർത്തുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ പടച്ചവനെ ഈ ആയത്തോ അങ്ങോതുമ്പോ ഈ സൂറത്തോതിയിട്ട് അർത്ഥമങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോ ഖബറിന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു പെണ്ണിരുന്ന് കരയുകയാ. നഫീസ ഇരുന്ന് കരഞ്ഞ് 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 ബോധം കെട്ട് വീഴുകയാ. അല്ലാഹുവേ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോ കരഞ്ഞ് കരഞ്ഞ് ബോധം കെട്ട് വീഴുകയാ. സീരിയലിന്റെ പെണ്ണിലിരുന്ന് പണത്തിന് വേണ്ടി അഭിനയിക്കുന്നവരുടെ അഭിനയം കണ്ടിട്ട് കരയുന്ന ഉമ്മ, ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് ഒരു പെണ്ണ് തളർന്ന് വീഴുകയോ. അവസാനം വീട്ടിലേക്ക് ഓടുകയാണ്. അവസാനം തന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്ത് മാറ്റുകയാ. എന്നിട്ട് മണ്ണ് കുടിക്കുന്ന ആയുധമെടുത്തിട്ട് സ്വന്തം വീടിനകത്തൊരു കുഴി കുത്തുകയാ. ഖബറിനെ കുറിച്ചങ്ങ് പറയുന്നത് കേട്ടപ്പോ നഫീസ റളിയല്ലാഹു തആല അൻഹ സ്വന്തം വീടിനകത്ത് ഖബർ കുഴിക്കുകയാണ്. രാത്രിയിലാ ഖബർ കുഴിക്കുന്നത്. പകല് മുഴുവനും നോമ്പുകാരിയാ. രാത്രി ഖബർ കുഴിക്കുകയാണ്. ആരും അറിയാതെ ഖബർ കുഴിക്കുകയാ. ഇരുന്ന് കരയുകയാ. കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. മണ്ണ് മുഴുവനും നനയുകയാണ്. ഖബറിലെ മണ്ണ് മുഴുവനും നനയുകയാ. എങ്ങനെ കരയാതിരിക്കും? എന്റെ പ്രിയമുള്ളവരെ, എല്ലാരും കരഞ്ഞത് ഖബർ കണ്ടല്ലോ. ഉസ്മാനി തങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് നരകത്തെ കുറിച്ചോർത്തല്ല, സിറാത്തിനെ കുറിച്ചോർത്തല്ല, മീസാനിനെ കുറിച്ചോർത്തല്ല, മഹ്ശറയെ കുറിച്ചോർത്തല്ല, മരണത്തെ കുറിച്ചോർത്തല്ല. എന്റെ പ്രിയമുള്ളവരെ, ഖബറിനെ കുറിച്ചോർത്താ കരഞ്ഞത്. മഹാനായ തടവ ഉസ്താദ് പറഞ്ഞതുപോലെ ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണം. ഒരു ഖബർ കണ്ടാ കരയട്. ചിരിക്കേണ്ട സ്ഥലമല്ലടാ. പള്ളിക്കാട്ടിൽ പോയി നിന്ന് ചിരിക്കുന്നവരുണ്ടല്ലോ, അത് തമാശ പറയേണ്ട സ്ഥലമല്ല, ഫോൺ വിളിക്കേണ്ട സ്ഥലമല്ല, രാഷ്ട്രീയം പറയേണ്ട സ്ഥലമല്ല, പച്ചയിറച്ചി തിന്നേണ്ട സ്ഥലമല്ല. മോനെ, ഈ ദുനിയാവിൽ 7 സ്ഥലങ്ങളിൽ ചിരിക്കല്ലോ. 7 സ്ഥലങ്ങളിൽ ആരെങ്കിലും ചിരിച്ചോ അവൻ നാളെ പട്ടികയുടെ കോലത്തിലാ പരലോകത്ത് വരുന്നത്. ചിരിക്കാൻ പാടില്ലാത്ത 7 സ്ഥലങ്ങളിൽ ഒന്നാമത്തെ സ്ഥലം ഖബറിന്റെ മുന്നിലാ. റസൂലുള്ളാഹി പറയുകയാ, ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അഖില വലാ ശരിബ സുർബാ ഇല്ലാ വഹുവ യബ്ഖി വയദ്രിബു അലാ സദ്രി. ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ, ഭക്ഷണം തിന്നാനെടുത്തിട്ട് വെള്ളം കുടിക്കുന്നതിന് കയ്യിൽ പിടിച്ചിട്ട് നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവി പൊട്ടിക്കരഞ്ഞിട്ടല്ലാതെ നിനക്കൊരു പിടിപടി പോലും ഭക്ഷണം പോലും നിനക്ക് നിന്റെ വയറ്റിലേക്ക് ഇറക്കാൻ കഴിയില്ല. മോനെ, ഖബറിനകത്തിരുന്ന് കരയുകയോ. കരയുന്നതിന് ഫീസയോ. അവസാനം കരഞ്ഞ് കരഞ്ഞ് ഖബറിന്റെ പണിയങ്ങ് പൂർത്തിയായി. വെളിയിൽ പോയി ഒതുപെടുത്തിട്ട് ഓടി വരികയോ. ഓടി വന്നിട്ട് ഖബർ ഉദ്ഘാടനം ചെയ്യുകയാണ്. പടച്ചുറപ്പേ, ഖബറിനകത്ത് മുസല്ല വിരിച്ചിട്ട് തുടങ്ങുകയാ. മുസല്ല വിരിച്ച് നിസ്കരിക്കുകയോ. 10,000 റക്അത്താ നിസ്കരിച്ചത്. എന്റെ പെങ്ങള് ചോദിക്കും, ഉസ്താദ്, ഖബറിനകത്ത് ഖിബില എങ്ങോട്ടാരായിരുന്നു? പെണ്ണെ, നിനക്ക് അങ്ങനെ ചോദിക്കാനേ അറിയോ? എന്റെ പ്രിയമുള്ളവരെ, നഫീസ 10,000 റക്അത്ത് നിസ്കരിക്കുകയോ. ഈ ഒരുമിച്ച് കൂടിയ ഉമ്മ 50 വയസ്സായല്ലോ. ജീവിതത്തിൽ നിനക്ക് അല്ലാഹു തന്ന ആയുസ്സിൽ 10,000 റക്അത്ത് നീ നിസ്കരിച്ചിട്ടുണ്ടോ?
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നഫീസ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുക്കുകയോ, ഖബറിനകത്തേക്ക് ഇറങ്ങിയിരുന്നിട്ട് വിളക്കും കയ്യിൽ പിടിച്ചിട്ട് ഖബറിനകത്തിരുന്ന് തുടങ്ങുകയാണ്. അലിഫ് ലാം മീം സൂറത്തുൽ ബഖറ മുതൽ തുടങ്ങുകയാ. 114 സൂറത്തുകള്, 6666 ആയത്തുകള്. എത്ര പ്രാവശ്യമാ ഓതിയതെന്നറിയുമോ? എത്ര ഖത്തമാ ഓതിയതെന്നറിയുമോ? 1 അല്ല 10 അല്ല 100 അല്ല 500 അല്ല 1000 അല്ല 4000 പ്രാവശ്യം ഓതിയുമ്മാ. ആയുസിൽ ഒരിക്കലെങ്കിലും ഓതിയിട്ടുണ്ടോ ചെറുപ്പക്കാരാ? മോനെ എത്ര വയസ്സായടാ? ഒരു ദിവസം ഒരു പേജ് വെച്ച് ഓതിയാ പോയായിരുന്നു, ഓതാമായിരുന്നല്ലോ പൊന്നുമോനെ. അവസാനം എല്ലാ ദിവസവും നോമ്പ്, രാത്രി ഉറക്കമില്ല. അതാ വീടിനകത്ത് രോഗം പിടിച്ച് കിടക്കുമ്പോ കുടുംബക്കാര് വന്നിട്ട് ചോദിച്ചു, നഫീസ എന്തിനാ നീ പട്ടിണി കിടക്കുന്നത്? ഒരു ദിവസമെങ്കിലും നിനക്കൊന്ന് ഭക്ഷണം കഴിച്ചുകൂടെ? നിനക്കൊരു രാത്രിയെങ്കിലും ഒന്ന് ഉറങ്ങിക്കൂടെ? കണ്ണു കുടിഞ്ഞല്ലോ, തൊലി കറുത്തല്ലോ നഫീസ, എല്ലുകൾ വെളിയിൽ കാണുന്നല്ലോ. നീ എത്ര സുന്ദരിയായിരുന്നു നഫീസ, മുടിയെല്ലാം നരച്ചു പോയല്ലോ നഫീസ, കണ്ടിട്ട് പേടി തോന്നുന്നു നഫീസ. മോളെ നീ മരിച്ചു പോകുമെന്ന് കുടുംബക്കാര് പറയുമ്പോ നഫീസ റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുടുംബക്കാരോട് പറയുകയാണ്, 30 കൊല്ലമായിട്ട് ഞാൻ അല്ലാഹുവോട് ചോദിക്കുന്നത് രണ്ട് കാര്യമോ. ഒരു പെണ്ണ് 30 കൊല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തത് രണ്ട് കാര്യമാ. ഒന്ന്, അല്ലാഹ് എന്നെ ഒരു നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാ. ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ അഭിലാഷമാ. സീരിയലിന്റെ അഭിനയം കണ്ട് കരയുന്ന ഉമ്മ. ഒരു പെണ്ണ് റബ്ബിനോട് 30 കൊല്ലം ചോദിച്ചത്, റബ്ബേ എനിക്ക് നോമ്പുകാരിയായി മരിക്കണം പടച്ചവര്. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? എനിക്ക് ഖുർആൻ ഓതി മരിക്കണമല്ലാ.